ഏകദേശം 4600 മുതൽ 4000 മില്യൺസ് ഓഫ് ഇയേഴ്സ് മുന്നേയുള്ള ഈ കാലഘട്ടത്തിലായിരുന്നു നമ്മുടെ സൗരയൂഥം ഉൾപ്പെടുന്ന നെബുല കൊളാപ്സ് ആവുകയും സൗരയൂഥം പിറവിയെടുക്കുകയും ചെയ്യുന്നത്. അന്ന് രൂപപ്പെട്ടു വന്ന ഭൂമി ഇന്ന് നാം കാണുന്നത് പോലെ ആയിരുന്നില്ല. അതികഠിനമായ താപം മൂലം ഉരുകിയ അവസ്ഥയിലായിരുന്നു. യാതൊരു ജീവന്റെ സാന്നിധ്യവും ഇല്ലാതിരുന്ന ഈ കാലഘട്ടത്തിൽ അനേകം ഉൽക്കകളും ധൂമകേതുക്കളും നിരന്തരമായി ഭൂമിയിൽ വന്ന് പതിക്കുക പതിവായിരുന്നു. അങ്ങനെ 4600 മുതൽ 4000 മില്യൺസ് ഓഫ് ഇയേഴ്സ് നീണ്ടു നിന്ന ഈ കാലഘട്ടത്തിലാണ് ഭൂമിയുടെ കോറും മാൻഡിലും ക്രസ്റ്റുമെല്ലാം രൂപപ്പെടുന്നത്. നിരന്തരമായി ബഹിരാകാശത്ത് നിന്നും പതിക്കുന്ന വസ്തുക്കളും വലിയ രീതിയിൽ അരങ്ങേറിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും എല്ലാം ചേർന്ന് അന്ന് രൂപപ്പെട്ടു വന്നത് അതിരൂക്ഷമായൊരു പ്രകൃതിയായിരുന്നു. എങ്കിലും ഈ കാലഘട്ടത്തിൽ അന്ന് നിലനിന്നിരുന്ന ഹാഷ് എൻവയോൺമെന്റുകൾ ചേർന്നാണ് ഭൂമിയിൽ ജീവന്റെ അടിസ്ഥാന ഘടകങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഭൂമിയിൽ വന്ന് പതിച്ച ഉൽക്കകളും ഐസ് പാളികളാൽ നിർമ്മിതമായ ധൂമ